സൂപ്രണ്ട് ഓഫീസിൽ AC കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഈ സിസ്റ്റം പ്രകാരം നിങ്ങൾ റൂൾസ് ഒക്കെ നോക്കിയിട്ട് 20-30 ദിവസം കഴിഞ്ഞാണ് നിങ്ങൾ ഈ റൂമിൽ എച്ച് കംപ്ലൈന്റ് പ്രിപ്പയർ ചെയ്യാം. സാറ് നല്ല AC നല്ല എല്ലാ ഓഫീസർമാരും പറഞ്ഞ പോലെ സിസ്റ്റം മൊത്തം തകരാറാണ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ഈ സിസ്റ്റത്തിൽ നിങ്ങൾ ബോധ്യപ്പെട്ട് വരാണ് ഇങ്ങോട്ട് ഭയങ്കര ഒരു പ്രയാസത്തിലാണ്. റോഡ് നമ്മളവിടുന്ന് വരുന്ന കേശവാട്ടിലേക്ക് വരുന്ന റോഡ് ഏതെങ്കിലും ഒരു ഓർത്തോ അപകടം എന്തെങ്കിലും പറ്റിയ രോഗികൾ വരുന്ന സമയത്ത് ആംബുലൻസ് വരുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടാണ് കടന്നു പോകാൻ. ആ പൊട്ടി പൊളിഞ്ഞിട്ട് എത്ര ദിവസം എത്ര വർഷമായി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഇപ്പൊ ഒരു കഴിഞ്ഞല്ലോ. ഈ സൈഡിലാണ് ഇപ്പോഴും പ്രധാനപ്പെട്ട സ്ഥലം അവിടെ കിടക്കുകയാണ്. ഈ സൈഡ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ മനസ്സിലാക്കുന്ന മോർച്ചറിന്റെ ഭാഗത്തും മറ്റു ഭാഗങ്ങളൊക്കെ അല്ലേ അല്ലെ. ഇവിടെ അപകടകരമായി എമർജൻസി രോഗികൾ കടന്നു വരുന്ന ഇതിന്റെ മെയിൻ എൻട്രൻസ് ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു വാലിയിലൊക്കെ പോയിട്ട് ഒരാളെ കൊണ്ടുവന്ന ഒരു ആംബുലൻസ് വന്ന ഒരു പെട്രോൾ വിടുന്ന എനിക്ക് എത്ര ബുദ്ധിമുട്ടാണ്. എത്ര കാലമായി അതെങ്ങനെ കിടക്കുന്നത്? സാറ് വരുന്ന മുന്നേ തന്നെ നമ്മളെന്നെ രണ്ട് പ്രാവശ്യം ഈ വിഷയമായിട്ട് അവതരിപ്പിച്ച് സംബന്ധിച്ചത് ഞാൻ വന്നാലും ഞാൻ മാക്സിമം അവരെടുത്ത് ശ്രമിക്കുന്നുണ്ട്. കോൺടാക്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ മൊത്തത്തിലൊരു പ്രശ്നമാണ് ഗവൺമെന്റിന്റെ. സാറ് പറഞ്ഞ സാറ് വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് മോളെ റിപ്പോർട്ട് എടുക്കുന്നുണ്ട്. ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് പറയപ്പെടുന്ന സംസ്ഥാന സർക്കാർ എടുത്തിട്ടില്ല. ഈ വിഷയങ്ങൾ ഞാൻ പറയുന്നതായിട്ട് എടുക്കാൻ പറ്റില്ല. സാറ് പറയാതെ സാറ് പറയുന്നില്ല. ഞങ്ങൾക്ക് സാറ് പറഞ്ഞുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അനുഭവിച്ച സത്യങ്ങളാണ്. ഒരു വലിയ സ്ഥാപനം അതിന് പലപ്പോഴും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് സമയബന്ധിതമായിട്ട് തീരുന്നില്ല ഇവിടെ പ്രശ്നം. അതാണ് വിഷയം. വലിയ പ്രയാസങ്ങൾ ഇടക്കിടക്കാണ്. ഇത് നിത്യേന സംഭവം. വലിയ പ്രയാസങ്ങൾ ഇത് ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞു ഈ കേസുമായി ബന്ധപ്പെട്ട് കേടാവുന്നത് രോഗികൾ ഡോറ് തുറന്നിട്ടുണ്ടാകും. അതൊക്കെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ എപ്പോഴും ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ടാവേണ്ടിയാണ്. ഒരു ഫാനൊക്കെ കേടായി കഴിഞ്ഞാൽ സമയം 1/2 മണിക്കൂർ മതി. ഞങ്ങൾക്ക് ഇത് കണ്ടും കൊണ്ടു നടന്നിട്ടുന്ന ആളുകളല്ലേ, അതെന്തുകൊണ്ട് നടക്കുന്നില്ല ഇവിടെ? ഈ ഇലക്ട്രീഷ്യൻ എന്താ പരിപാടി ഇവിടെ? എന്നിട്ട് എന്താ മുകളിൽ 23-ാം വാർഡിൽ പറയപ്പെടുന്ന സ്ത്രീകൾക്ക് 2-3 ഫാനുകൾ കറങ്ങുന്നത് ആ വാർഡിൽ അതെന്നെ വേണോ വേണ്ടേ സാറിന് വിചാരിച്ച ഇപ്പൊ ഞാൻ മനസ്സിലാക്കി പ്രശ്നങ്ങൾ ആ വിഷയങ്ങളുള്ളൂ. അതെങ്കിലും ഇന്ന് തീർക്കും. ഇന്ന് തീർക്കുവാണെങ്കിൽ ഇന്ന് നോക്കിയിട്ട് സാറിന് ബോധ്യമായിട്ടില്ല. ബോധ്യമായിട്ടല്ല, അതായത് ഇതിനൊരു സിസ്റ്റം ഇല്ല. അത് അവിടുത്തെ നഴ്സിംഗ് ഓഫീസർ ഉണ്ട്, സീനിയർ നഴ്സിംഗ് ഓഫീസർ. അവര് റിപ്പോർട്ട് ചെയ്ത് ഇവിടെ വന്ന് ഓഫീസിൽ ഫയലാക്കി സൂപ്രണ്ട് ഓഫീസിൽ AC കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഈ സിസ്റ്റം പ്രകാരം നിങ്ങൾ റൂൾസ് ഒക്കെ നോക്കിയിട്ട് 20-30 ദിവസം കഴിഞ്ഞാണ് നിങ്ങൾ ഈ റൂമിൽ എച്ച് കംപ്ലൈന്റ് പ്രിപ്പയർ ചെയ്യാം. സാറ് നല്ല AC നല്ല എല്ലാ ഓഫീസർമാരും പറഞ്ഞ പോലെ സിസ്റ്റം മൊത്തം തകരാറാണ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ഈ സിസ്റ്റത്തിൽ നിങ്ങൾ ബോധ്യപ്പെട്ട് വരാണ് ഇങ്ങോട്ട് ഭയങ്കര ഒരു പ്രയാസത്തിലാണ്. സിസ്റ്റം മുൻകൂടി ചെയ്തു 1 മാസത്തിന് മേലെ വിഷയം എടുക്കുന്നത്. അപ്പൊ അന്ന് സിസ്റ്റം വർക്ക് ചെയ്തില്ല. പറയുന്ന ആളുകൾ നീക്കി തന്നിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ പറയുന്ന അറ്റ സമയത്താണ് സിസ്റ്റം വരുന്നത്. ആ വാർഡിലുള്ള എഴുതി തരുന്ന സംഗതികളൊക്കെ അല്ല നിങ്ങളിപ്പോ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിന്റെ എങ്ങനെയാണ് അത് പോകുന്നതെന്ന് പറഞ്ഞത്. അതായത് ഇത്രയും കാര്യമൊക്കെ പോയില്ല എന്നല്ല അതാണ് പറഞ്ഞത്. നിങ്ങളിപ്പോ പറയുന്നത് 100% അതിന്റെ ശരികൾ ഉണ്ടാകുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കിട്ടുന്ന സംഗതികളൊക്കെ നമ്മൾ വാങ്ങിച്ച് ഓരോ തരത്തിലായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു പരിമിതികളുണ്ട് നമുക്ക്. ആ പരിമിതികൾക്കുള്ളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിന്നെ എല്ലാം 100% ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നു. 100 വേണ്ട, ഒരു 70% അതില്ലാന്നുള്ളതാണ്. ഒന്ന് സാറിന് ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചറിയാം. നിരന്തരം യൂത്ത് ലീഗാകട്ടെ യൂത്ത് കോൺഗ്രസ് ഇവിടുത്തെ വിഷയങ്ങൾ നിരന്തരം ഇടപെടുന്ന വിഷയം. എത്ര കാലമായി വിഷയങ്ങൾ ഞങ്ങൾ ഇവിടെ ഉപരോധത്തിൽ എത്ര കാലം പുറത്ത് നിരായ വരെയുള്ള സമയങ്ങളുണ്ട്. ഈ കാലയളവിലേക്ക് പറയാനുണ്ടായില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഷയം കഴിയുമ്പോൾ അടുത്ത വിഷയങ്ങൾ അതൊക്കെ സമയത്തിനായിട്ട് ഞാൻ വന്നിട്ട് 3 മാസം കൊണ്ട് പരിഹരിക്കാവുന്ന രീതിയിൽ നിലവിലിപ്പോ മേലുള്ള 23-ാം വാർഡിലെ പ്രശ്നം ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണ്. നമ്മൾ ഇന്ന് പരിഹരിക്കണം. ഞങ്ങൾ ആവശ്യമുള്ളൂ. ഫാനിന്റെ സ്പീഡ് കുറവും നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. പ്രായോഗിക ബുദ്ധിമുട്ട് സാറ് പറയരുത്. അതൊക്കെ ഒരു മാനസിക പരിഗണന വെച്ചിട്ട് സാർ എഫേർട്ട് എടുക്കണം.
പറഞ്ഞു ഞാൻ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നതല്ലേ, ഇന്ന് വരുന്ന പ്രതീക്ഷ. സാറ് ലീവിലാണ്. സാറ് പ്രയാസം മനസ്സിലാവും. ചാർജുള്ള മറ്റാളുകളുണ്ടല്ലോ, അതെ, അതെ. അല്ല ചാർജുള്ള മറ്റാളുകളുണ്ടല്ലോ, മറ്റു വിഷയം പറഞ്ഞിട്ട് ഞങ്ങളെ കേൾക്കാതെ യൂത്ത് ലീഗുകാരെ കേൾക്കാതെ എഴുന്നേറ്റ് പോകുന്ന മറ്റാളുകളുണ്ടല്ലോ, അവരായിട്ട് നടപടി എടുക്കട്ടെ, അവർ തീരുമാനം എടുക്കട്ടെ. സാറ് ലീവില, സാറിന് ഉത്തരവാദിത്തമുള്ള ഫാമിലിയെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾക്കറിയാം, മറ്റാളുകൾ എടുക്കട്ടെ. അവർ രോഗികളൊന്നും എനിക്ക് ബാധിക്കുക എന്നുള്ളൊരു കോലത്തിലാണ് ഇറങ്ങിപ്പോയത് പല ആളുകളും. ഞങ്ങളെ കേൾക്കാൻ തയ്യാറില്ല. വളരെ മാന്യമായിട്ട് ഇപ്പൊ ഈ കാണുന്ന മീഡിയക്കാർ ഫോട്ടോ എടുക്കുമ്പോ എന്ത് മറുപടി അവർക്ക് പറയാനുള്ളത്? ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, പെർമിഷൻ ചോദിച്ചിട്ടാണ് അവരെടുക്കുന്നത്. പൊതുസമൂഹത്തിൽ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അങ്ങനെ എടുക്കും. അത് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തപ്പെടുത്ത പൊതുപ്രവർത്തകർക്കുണ്ട്. അതിന് മാന്യമായി പെരുമാറണം, മാന്യമായി മറുപടി. സാറ് നൽകിയ പോലെ മറുപടി നൽകണം. അത് തയ്യാറല്ല. സാറ് ലീവിലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആവശ്യം പറഞ്ഞല്ലോ, വെറുതെ അനാവശ്യം തർക്കിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രോഗികൾക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസം ഉണ്ടാകും. അത് ഇന്ന് മണിക്കൂറുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കണം. കഴിഞ്ഞ ഒരു മാസത്തിന് നേരെ ഈ വിഷയങ്ങൾ നടക്കുന്നു. ഇന്ന് തീർക്കാൻ പറ്റുന്ന വിഷയമുള്ളൂ. സാറ് പോയി നമ്മളെ കൂടെ വരാണെങ്കിൽ സാറ് പോയി നോക്കിയാൽ മനസ്സിലാവും. ഇന്ന് തീർക്കാൻ പറ്റുന്ന വിഷയം അവിടെ നിലവിലുള്ളൂ. അതെ, തീർക്കണം. ഉറപ്പ് വരാൻ ഞങ്ങൾ എടുത്തു. അതായത് നാളെ ആരും ഒറ്റയ്ക്ക് ഞങ്ങൾ വീണ്ടും ഇവിടെ വരേണ്ട അവസ്ഥ വരും. കാരണം അങ്ങനെ തീർക്കാതെ വീണ്ടും വരേണ്ടത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ നിരന്തരം ഡെയിലി 2-3 FE പോസ്റ്റ് ഇട്ടുകൊണ്ട് നിൽക്കണം. ചൂടാണ്, ആളുകൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ ആദ്യം രോഗികളെ ആദ്യം സംരക്ഷിക്കേണ്ടത്. അത് ചെറിയ ഒരു നാട്ടിലെ KSRTCന്റെ മുകളിൽ മൊത്തം ആരോഗ്യ രംഗത്ത് കേരള നമ്പർ 1, വലിയ പരസ്യം, വലിയ ഹോർഡിങ്ങുകൾ. എന്നിട്ട് ഇവിടുത്തെ സാധാരണക്കാർ കൊതുകിന്റെ കടി കൊണ്ട് അസഹ്യമായ ചൂടില് കുഞ്ഞുങ്ങളടക്കം പ്രയാസപ്പെടുക. എന്നിട്ട് ഇന്ന് നന്നാക്കും നാളെ നന്നാക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടി കൊണ്ടുപോവാ. എങ്ങനെ പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റൽ മേഖലകളിലൊക്കെ കോർപ്പറേറ്റ് കമ്പനികൾ അവർക്ക് തീരെ ചെയ്ത് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനം നശിപ്പിക്കുകയാണ് സർക്കാർ. അതൊരു കൃത്യമായ മറുപടി ഇല്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ പ്രതിഷേധം നടത്താൻ നോക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇലക്ട്രീഷൻ വിളിച്ച് ഇതൊക്കെ ചെയ്യിക്കാം. അതിന്റെ ചെയ്യും പ്രാക്ടിക്കലായിട്ട്. അതാ ഇപ്പൊ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വിളിച്ച് അവരോട് സാറിന്റെ ഉറപ്പില്ല. സാറ് നേരത്തെ സാറ് പറഞ്ഞ ചാർജ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ചെയ്യണല്ലോ. നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് അല്ല എന്തായാലും ചെയ്യണല്ലോ.